ഇപ്പോഴത്തെ ഒരു ഹോട്ട് ന്യൂസ് ആണല്ലോ. UNA നേതൃത്വത്തിലുള്ള ഒരു നേഴ്സിംഗ് സമരം നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ചിന്തകള്, ഞങ്ങളുടെ വീക്ഷണങ്ങള് പങ്കുവയ്ക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ജൂബിലി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, ഫാദർ ജൂലിയസ് അറക്കൽ, അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ, ജൂബിലി HR ഹെഡ് മിസ്റ്റർ ജോഷി പോൾ, ജൂബിലി CEO ഡോക്ടർ ബെന്നി ജോസഫ്, അമല HR ഹെഡ് CEO സൈജു ഒഫീഷ്യൽ ഫുൾ നെയിം സൈജൂസി എടക്കലത്തൂർ. ഓക്കെ, അപ്പൊ ഒരു 3 മാസത്തിലധികമായി ജൂബിലിയിലും അമലയിലും സമരം തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ പല വശങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ വശത്തു നിന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അധികം ഇതിനെ കുറിച്ച് ആരംഭത്തിലൊന്നും മീഡിയ ആയിട്ട് പങ്കുവച്ചിരുന്നില്ല. കാരണം അത് ഈ ആരംഭത്തിൽ നമ്മൾ മീഡിയയിലും പങ്കുവച്ചിരുന്നു. പക്ഷെ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ ഈ സമരത്തെ കുറിച്ചുള്ള പല തെറ്റായ വിവരങ്ങളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും മീഡിയയിലൂടെ പരക്കുന്നു. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഞങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിചാരിച്ചത്. ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയിലാണ് ആദ്യമായിട്ട് സൂചന പണിമുടക്ക് UNA സംഘടന 14 ദിവസത്തെ നോട്ടീസ് തന്ന് തുടങ്ങിയത്. നിയമപ്രകാരം 14 ദിവസത്തെ നോട്ടീസ് തരണം ഏതൊരു സമരത്തിനും. അതവര് തന്നിരുന്നു, ഒരു 1 ദിവസത്തെ സൂചന പണിമുടക്ക്. പിന്നീട് മാർച്ച് ആരംഭം മുതലേ 2 ഘട്ടങ്ങളായിട്ടാണ് സമരങ്ങൾ നടന്നത്. ആദ്യത്തെ ഒരു സമരം കുറച്ച് ദിവസങ്ങളാണ് നീണ്ടു നിന്നത്. അതൊന്നും നിയമപ്രകാരമുള്ള നോട്ടീസ് തന്നിരുന്നില്ല. പിന്നെ ഒരു ഹൈക്കോടതി തിരിച്ചു കയറാൻ പറഞ്ഞതിന് പ്രകാരം അവർ തിരിച്ചു കയറി. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയിരുന്നു. അതിനും നിയമപ്രകാരമുള്ള നോട്ടീസ് തന്നിട്ടില്ല. ആരംഭത്തിലെ സമരത്തെ കുറിച്ചൊക്കെ ഇവര് പറയുമ്പോൾ അത് 40,000 രൂപ മിനിമം സാലറി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് സമരം തുടങ്ങിയത്. മിനിമം അല്ലെങ്കിൽ ബേസിക്. അപ്പോ അതിന്റെ കൂട്ടത്തില് ബെഡ് ബേസ്ഡ് ഒരു കണ്ടീഷൻ 17-18 ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ 40,800 ബെഡിന് മുകളിലുള്ള ആശുപത്രികളിലെ മറ്റ് ആശുപത്രികളിൽ നിന്ന് വിട്ടിട്ട് പ്ലസ് 50% കൂടി കൊടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂബിലിയിലും അമലയിലും 40,000 എന്ന് പറഞ്ഞാൽ പ്ലസ് 50% കൂടി കൂട്ടിയിട്ട് വേണം ഏറ്റവും മിനിമം കൊടുത്തു തുടങ്ങാനായിട്ട്. എന്ന് പറഞ്ഞാല് മിനിമം 60,000 വേണം. അപ്പൊ ആരംഭത്തില് അവർ പറഞ്ഞിരുന്നു 40,000 മിനിമം അല്ലെങ്കിൽ ബേസിക് തരാം എന്ന് സമ്മതിച്ച് ഏത് സ്ഥാപനങ്ങളുമായിട്ടും അവര് ധാരണയിലെത്തും, അവിടെ സമരം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. പിന്നീട് ഓരോ ഘട്ടത്തിലും അത് പ്രായോഗികമല്ല എന്ന് അവർക്ക് തന്നെ തോന്നിയതിനാല് പിന്നീട് 40,000 ഗ്രോസ് അതിലും എല്ലാം കൂടി ആനുകൂല്യങ്ങളൊക്കെ കൂടി 40,000 കിട്ടിയാലും മതി എന്ന ഒരു വാദഗതിയിലേക്ക് അവർ മാറി. പിന്നീട് ജൂബിലിയില് അല്ലെങ്കിൽ അമലിനെ സംബന്ധിച്ച് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ജൂബിലിയിലെ വർഷങ്ങളായിട്ട് നല്ല സാലറിയാണ്. അതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2011-12 UNA തുടങ്ങുന്നത്. തൃശ്ശൂരാണ് തുടങ്ങിയത്. അപ്പൊ അതിലെ ജൂബിലി ഒക്കെ ഉണ്ടായിരുന്നു ആരംഭകാലം തൊട്ട് UNA അംഗങ്ങൾ. അതിൽ ചിലരിപ്പോഴും ഉണ്ട്, ഈ തുടങ്ങിയ കാലത്ത് മുതലുള്ള കുറച്ച് പേര്. അന്ന് 11-12 സാലറി കുറവായിരുന്നു. പൊതുവെ ആശുപത്രി ചെലവുകളും കുറവായിരുന്നു, സാലറിയും കുറവായിരുന്നു. അപ്പൊ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു അന്ന്. പിന്നീട് ഗവൺമെന്റ് ഇടപെട്ട് ഒരു മിനിമം സാലറി പ്രഖ്യാപിച്ചു. 11-12 കാലഘട്ടത്തില് 8,000 രൂപ ബേസിക് ആക്കി. 11-12 കാലഘട്ടത്തില് പിന്നീട് മിനിമം വേജസ് സാലറി നിശ്ചയിക്കേണ്ടത് എപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഇതിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യൻ ലേബർ കോഡ് ഉണ്ട് ഓൾ ഇന്ത്യ ബേസില്.
ഓൾ ഇന്ത്യ ബേസിൽ ഇന്ത്യൻ ലേബർ കോഡ് ഉണ്ട്. അത് ഇന്ത്യയിൽ അത് മുഴുവൻ ബാധകമാണ്. അതിന്റെ ബേസിലെ മിനിമം വേജസ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കണം. ഈ മിനിമം വേജസിന്റെ ബേസിൽ ഓരോ സ്ഥാപനങ്ങൾക്കും ഫെയർ വേജസ് തീരുമാനിക്കും. ഇന്നൊരു 3 ലെവലുണ്ട്. അപ്പൊ അത് ക്ലിയർ പിക്ചർ ആവശ്യം. മിനിമം തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് അത് വേണ്ടത്. അപ്പോൾ 12 തീരുമാനിച്ചു, പിന്നീട് 17 നിശ്ചയിക്കേണ്ടിയിരുന്നത്. അത് 18 പ്രഖ്യാപിച്ചു. 20,000 രൂപ ബേസിക് ആക്കണം എന്ന് സർക്കാർ അന്ന് നിശ്ചയിച്ചു. അപ്പൊ 800 ബെഡിന്റെ കാറ്റഗറി കൂടി അതിൽ വന്നതുകൊണ്ട് 20,000 പ്ലസ് 50% പ്ലസ് 10,000 കൂട്ടി 30,000 രൂപ 17 ഒക്ടോബർ മുതൽ ജൂബിലിയിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 17 മുതൽ 30,000. അതിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. 17 മുമ്പ് 8, 10, 15 വരെയൊക്കെയാണ് കൊടുത്തിരുന്നത്. ഇതിന്റെ ബേസിൽ 30,000 പക്ഷേ ആ മിനിമം വേജസിന്റെ കണ്ടീഷൻസിൽ മാനദണ്ഡങ്ങളുണ്ട് നിശ്ചയിക്കാൻ. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഹൈക്കോടതിയിൽ പരാതി പോയപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 18 ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിനിമം വേജസ് ഹൈക്കോടതി ഇടപെട്ടത് സ്റ്റേ ചെയ്തു. എന്നിരുന്നാലും ജൂബിലിയും അമലിയൊക്കെ 18 ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഹൈക്കോടതി സ്റ്റേ ചെയ്ത മിനിമം വേജസ് ജൂബിലിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 17 ഒക്ടോബർ മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടി. ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം 18 അത് സ്റ്റേ ചെയ്തപ്പോൾ 13 വീണ്ടും നിലവിലുണ്ടായിരുന്നു. ഇന്നും ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ 2013 മിനിമം വേജസ് നിലവിലുള്ളത്. അപ്പൊ 18 മുതൽ നമ്മള് ജൂബിലിയും അമലിയും ഈ 18 പ്രഖ്യാപിച്ച മിനിമം വേജസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ചർച്ചകൾ നടന്നു. മിനിമം വേജസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ല. 22 രണ്ടാമതും പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. 2022 ഒക്ടോബറിൽ. അന്നു മുതലേ വീണ്ടും ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ജൂബിലിയും അമലിയും മറ്റു കുറച്ച് സ്ഥാപനങ്ങളുണ്ട് ഒരു ഇന്ററിം റിലീഫ് കൊടുത്തു. കാരണം ഗവൺമെന്റ് മിനിമം വേജസ് നേരം വൈകും എന്നൊരു ഫീലിംഗ് വന്നിട്ടുള്ളത് കൊണ്ട് 2023 ഒരു ഇന്ററിം റിലീഫ് കൊടുത്തു. അതൊരു സീനിയോറിറ്റി അനുസരിച്ച് 8,000 വരെ കൂടുതൽ കൊടുത്തിരുന്നു. അതും ഒബ്ലിഗേറ്ററി ആയിരുന്നില്ല നമുക്ക്. പക്ഷെ നമ്മുടെ ജീവനക്കാരുടെ ജീവിത ചെലവുകൾ നോക്കിയിട്ട് ഇനി ഗവൺമെന്റ് വൈകിയാലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് 2023 മുതൽ നമ്മൾ മിനിമം ഒരു ഇന്ററിം റിലീഫ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് 2023 മുതൽ നമ്മൾ കൊടുക്കുന്നത് ഉയർന്ന സാലറിയാണ്. നിലവിലുള്ളതിനേക്കാളും ഉയർന്ന സാലറിയാണ്. അങ്ങനെ 23 മുതൽ കൊടുക്കുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ വീണ്ടും 40,000 മിനിമം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് സമരം തുടങ്ങിയത്. അപ്പൊ 40,000 മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റാ. ഇവർ ഗവൺമെന്റിനോടാണ് പ്രഷറൈസ് ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ഒരു ദിവസം പോയിരുന്നു. മാർച്ച് ആരംഭത്തിൽ ഒരു ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇവര് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത്. പിന്നീട് അത് സ്ഥാപനങ്ങളിലേക്കായി. ഭയങ്കര പ്രഷറൈസ് ചെയ്തിരുന്ന 40,000 മിനിമം തന്നെ കരാറ് ഒപ്പിടും എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ കുറേയുണ്ട്. പക്ഷെ ഒപ്പിട്ട അല്ലെങ്കിൽ കരാറ് ഒപ്പിട്ട സ്ഥാപനങ്ങളിൽ ഞങ്ങൾ അറിഞ്ഞിടത്തോളൊന്നും ഒരു സ്ഥലത്തും 40,000 മിനിമം കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ഇത്രയും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞതിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഈ മിനിമം വേജസ് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം, നിയമമാക്കണം. അപ്പോൾ നമ്മളത് കൊടുക്കും. അല്ലാതെ ഓരോ സ്ഥാപനം കൂട്ടി കൊടുത്ത് അതിനൊരു അവസാനം ഉണ്ടാവുകയില്ല. ഇപ്പൊ കുറച്ച് കൂട്ടിയാൽ വീണ്ടും 6 മാസം കഴിഞ്ഞ് വീണ്ടും അനുസരിച്ചുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഉള്ള ജൂബിലിയുടെ സ്റ്റാൻഡ്, അമലിയുടെ സ്റ്റാൻഡ്, മിനിമം വേജസ് ഗവൺമെന്റ് എത്രയും വേഗം നിയമമാക്കി പ്രഖ്യാപിക്കണം. അത് നമ്മൾ കീപ്പപ്പ് ചെയ്യും. മിനിമം വേജസ് അതായത് മാർച്ച് ആരംഭത്തിൽ ഒരു ഡ്രാഫ്റ്റ്, അതാണ് വിജ്ഞാപനം. ഒന്ന് പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഡ്രാഫ്റ്റ് ഇറക്കിയിരുന്നു.
അത് ഇറക്കി കഴിഞ്ഞാല് 2 മാസത്തോളം ആ ഡ്രാഫ്റ്റ് വിജ്ഞാപനത്തെ കുറിച്ച് ആർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുമെന്ന്. 2 മാസം ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ പിറ്റേ ദിവസം അവര് സമരത്തിന് ഇറങ്ങിയിരുന്നു. ഇനി അതിന്റെ ചർച്ചകളാണ്. ആർക്കും അവരെ കുറിച്ച് അവരോട് പറയാം. അത് ചർച്ചകൾ ചെയ്ത് നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നിയമമാക്കി ഇറക്കുമ്പോൾ നമ്മൾ അത് ചെയ്യും. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതില് നിങ്ങൾ പറഞ്ഞ തീർച്ചയായിട്ടും പറയും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിൽ പറഞ്ഞതിന് ശേഷം വരാം. ഒന്ന്, ഈ സമരം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിരുന്ന ആളുകളാണ് ജൂബിലിയും അമലയും. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ശമ്പളം മിനിമം വേജ് നിശ്ചയിക്കേണ്ടത് ഗവൺമെന്റ് ആണ്, ഇൻഡിവിജ്വൽ ആശുപത്രികളല്ല. മൂന്നാമത്തെ കാര്യം, കരട് രേഖയെ കുറിച്ച് പറഞ്ഞ വിജ്ഞാപനത്തിലേക്ക് വരാം. കരട് രേഖ മാർച്ച് 6-ാം തീയതി ഇറക്കിയതിനു ശേഷം 2 മാസം സമയമാണ് കരട് രേഖയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ. അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം ഗവൺമെന്റ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഒഫീഷ്യൽ വിജ്ഞാപനം ഇറക്കണം. ഒഫീഷ്യൽ വിജ്ഞാപനം ഇറക്കി അത് നിയമസാധുതയായാൽ അതെല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്നലെ ഞങ്ങളുടെ ചെയർമാനും ഇവരുടെ ചെയർമാനും കൂടെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാണ്. ഞങ്ങള് ഇന്നലെ നടന്ന ചർച്ചയെ കുറിച്ച് ഞാൻ പറയാം, ക്ലാരിഫൈ ചെയ്യാണ്. ഈ മിനിമം വേജസ് പ്രക്രിയ യഥാർത്ഥത്തിൽ പൂർത്തീകരിച്ച് നിയമമായി വരുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ജൂബിലിയും അമലയുമാണ്. അമലയും കൊടുക്കാന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചതിന് ഉത്തരം, ഇതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇത് നിയമമായി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജൂബിലി അമലയും കൊടുക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നിയമസാധുതയിൽ വന്നാൽ ഞങ്ങൾ ചെയ്യും. അല്ല, അത് പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പത്രമാധ്യമങ്ങളിൽ ഇന്നലെ ഫ്ലാഷ് ന്യൂസ് പല മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഇതിനൊരു പ്രോസസ് ഉണ്ട്, എനിക്ക് മനസ്സിലാവും. അടുത്ത 5-ാം തീയതിക്ക് മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിയമമായി വന്നാൽ ഞങ്ങൾ പാലിക്കും. നിയമമായി വരണം. അത് ചോദിച്ചതിന് 2 കാരണങ്ങളുണ്ട് അത് പറയാൻ. 2018-ലാണ് എന്റെ അറിവ്, ഒരു നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശം ഈ പ്രോസസ്സ് കൂടാതെ പബ്ലിഷ് ചെയ്തത് കൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു. അപ്പൊ 5-ാം തീയതി എങ്ങനെയാണ് ഈ പ്രോസസ്സ് കഴിയാന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാണ്. നിയമപരമായി വന്നാൽ ഞങ്ങൾ നേരിടില്ല. നിയമപരമായി വരണം, വന്നാൽ ഞങ്ങൾ നേരിടില്ല. അതെ, തീർച്ചയായിട്ടും ജീവിത ചെലവ് ഉയർന്നതിന്റെ വെളിച്ചത്തിലാണല്ലോ സർക്കാർ അത് പഠിച്ചിട്ട് സമയം കൂട്ടുന്നത്. അല്ല, കുർബാനയുടെ തുക ഉയർത്തുന്ന പോലെ തന്നെയാണ് ഈ ശമ്പളം. അതായത് ചെലവുകൾ കൂടുകയാണ്, പള്ളിയിലെ വരുമാനം മാത്രമല്ലല്ലോ. അത് ശരിയാണ്. പക്ഷെ കുർബാനയുടെ നിയമം തീരുമാനിക്കുന്നത് സർക്കാർ നിയമമല്ല. സർക്കാർ മിനിമം വേജസ് ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ. ശരിയാണ്, അതെ അതെ, അത് നല്ല ചോദ്യമാണ്. പക്ഷേ ഒരു മിനിമം വേജസ് പ്രഖ്യാപിക്കേണ്ടത് എന്റെ ആശുപത്രികൾക്കാണ്. അത് പ്രഖ്യാപിക്കട്ടെ കേരളത്തില്, ജൂബിലിക്കും അമലയ്ക്കുമായിട്ടല്ല. അതിനെതിരെ നിങ്ങൾ അതായത് നിലവിൽ ഇറങ്ങിയിരിക്കുന്ന വിജ്ഞാപനമല്ല, കരട് രേഖ. അത് കരട് രേഖയ്ക്കെതിരെ പോകാൻ ആയിട്ടില്ല. അതില് ആർക്കും അതിനെ കുറിച്ച് സജഷൻസ് പറയാം. അതിനുള്ള സമയമാണത്. എതിര് പോകാനല്ല, ആർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷന്റെ വിജ്ഞാപനത്തിൽ, കരട് വിജ്ഞാപനത്തിൽ കുറവുകൾ ചൂണ്ടിക്കാണിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ഡ്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തും സമരം തീർന്നിട്ടില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, കരട് രേഖ ഇറക്കിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സമരം തുടങ്ങിയത്. സമരം സാധുതമായ സമരമല്ല,
ഹൈക്കോടതി ഓർഡർ അനുസരിച്ച് 14 ദിവസം നോട്ടീസ് വന്നിട്ട് സമരം എടുക്കാവൂ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ഇടയിൽ ആശുപത്രികളുമായി ധാരണയിലായി എന്ന് പറയുന്ന ആശുപത്രികളെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെ കൊടുത്തിരുന്ന ശമ്പളം ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2023 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാളും വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജൂബിലിയില് അമലേൽത്തകാരി അച്ഛനും സൈജുവും പറയും, 19 പേര് ഈ ധാരണയായ ആശുപത്രികളിൽ നിന്ന് കൂടുതൽ ശമ്പളത്തിന് വേണ്ടി ഞങ്ങളുടെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ ധാരണയായ ശമ്പളം പോലും ഞങ്ങൾ അവിടെ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കുറവാണ്. അച്ഛൻ എന്തോ പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. ഈ ധാരണയായി ഇപ്പൊ മുതല് ചന്ദ്രമതി പോലെയല്ല, ഇവര് UN ധാരണയായ തൃശ്ശൂര് 4 ആശുപത്രികളുണ്ട്. അതിൽ ചന്ദ്രമതി സബായിട്ട് വരിക. ഈ UN തൃശ്ശൂര് 4 ആശുപത്രികളുണ്ട്. 4 തൃശ്ശൂരത്തെ ആസ്ട്രോജ് എറണാകുളത്ത് നിൽക്കട്ടെ, തൃശ്ശൂര് ധാരണയായ 4 ആശുപത്രികളുണ്ട്. അവിടെ നിന്നും ജൂബിലിയിലേക്ക് ഇപ്പൊ ചേർന്നുകൊണ്ടിരിക്കുക ധാരണയായ ആശുപത്രികളിലെ. അതുപോലെ ഈ ആസ്റ്റർ പോലും ഈ ധാരണയാകുന്നത് വരെ ഞങ്ങളെക്കാളും വളരെ ഞങ്ങളെക്കാൾ കുറവ് ശമ്പളമാണ് കൊടുത്തിരുന്നത്. യെസ്, അച്ഛൻ എന്തോ പറയാമെന്നു അല്ലേ? ഇതിലൊരു കാര്യമുള്ളത്, വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കുമെന്ന് പറയുന്നതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. നിയമമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് ആദ്യവും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തില് 2023 ഞങ്ങളൊരു ഇൻട്രീം അലവൻസ് കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാ വർഷവും ഗവൺമെന്റ് പറയുന്ന DAയുടെ ഇൻക്രിമെന്റ്സും കാര്യങ്ങളും എല്ലാ വർഷവും അത് കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും പറയുന്ന അനുസരിച്ചിട്ടുള്ള DA കൂട്ടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഇൻക്രിമെന്റ്സും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ പൈസയുടെ മാത്രമൊന്നുമല്ല. ഇപ്പൊ അമലയെ സംബന്ധിച്ചിടത്തോളം അമല 600 ബെഡിന് താഴെയായിരുന്നു അന്നത്തെ റൂള് പ്രകാരം. അപ്പൊ 30% ആണ് കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് അവരായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളത് ഇൻ പാർ വിത്ത് ജൂബിലി ചെയ്യാം എന്ന് പറഞ്ഞ് 15,000 നമ്മൾ കൊടുത്തിരുന്ന ഈ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ, എക്സ്പീരിയൻസ് ചോദിച്ചു വരുന്ന ആളുകൾ ജൂബിലിയോട് ചോദിച്ചപ്പോൾ 22,000 കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു 22,500 ആക്കിയിട്ട് നമ്മളും അത് കൂട്ടിയിട്ടുണ്ട് ഏപ്രിൽ മാസം മുതൽ. അത് കൂടാതെ തന്നെ 1000 ബെഡിലേക്ക് ഞങ്ങളുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും 800 ബെഡിന് മുകളിലേക്ക് പോകില്ല. ഈവൻ ജൂബിലി പോലും കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തൂല. അപ്പൊ നമ്മള് 600ന്റെ താഴെ ഉള്ളപ്പോഴും നമ്മൾ 800ന്റെ മുകളിലുള്ള 4,000 രൂപ മുതലുള്ള ഇൻക്രിമെന്റ്സ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2018 ഒരെണ്ണം പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഹൈക്കോടതി സ്റ്റേയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അത് തന്നെയാ ചോദ്യം. എന്താ ചോദ്യം? അത് തന്നെയാണ് ചോദ്യം. എല്ലാവരും, അതായത് യൂണിയൻ പോലും UN പോലും അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ല, അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി പോകുമല്ലോ, ക്ലാരിഫിക്കേഷന് വേണ്ടി പോകും. കേൾക്കണം, 18 കുറുക്കന്റെ തന്ത്രം എടുത്തവരോട് ഞങ്ങൾ കൂടിയിട്ടില്ല. കേൾക്കോ? അല്ല, 18 വന്നതിന് കുറുക്കന്മാർ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ 18 കൊടുത്തല്ലോ, സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്തു. വിജ്ഞാപനം അല്ലല്ലോ, നിയമമായിക്കോട്ടെ, നിയമമായി അംഗീകരിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. പതിനെട്ടില് കൊടുത്തു കേട്ടോ, 18 നിയമമായി വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ ചലഞ്ച് ചെയ്തില്ല. അല്ല, ഇതില് അതില് വരുന്നതില് നഴ്സുമാരുടെ മാത്രമല്ല ഇരിക്കുന്നത്, ഒരുപാട് അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. UN-കാർക്ക് പോലും ഈ ഇപ്പോ ഇറക്കിയിട്ടുള്ള വിജ്ഞാപനത്തെ കുറിച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അവരും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, നമ്മളും കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് ശരിയായി വരട്ടെ, നമ്മൾ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അതിന് ഇത്രയും സമയം എടുക്കുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങളിതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന ആശുപത്രികളിൽ സമരം തുടങ്ങിയത്? കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുത്ത ആശുപത്രികളാണ് ഈ സമരം തുടങ്ങുമ്പോ. ഇനി ഇന്നലത്തെ ചർച്ചയെ കുറിച്ചും ഒന്ന് പറയേണ്ടതുണ്ട്, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസറിൽ കിടക്കാം.
ജൂൺ 22 ആർച്ച് ബിഷപ്പിനോട് നിർബന്ധപൂർവം ആർച്ച് ബിഷപ്പിനെ കാണണമെന്ന് പറഞ്ഞ് UNA നേതാക്കള്, ജൂബിലിയിലത്തെയും അമലയിലത്തെയും നേതാക്കൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് മാധ്യമങ്ങളില്, സോഷ്യൽ മീഡിയയില് ആർച്ച് ബിഷപ്പ് നിർബന്ധമായിട്ട് വിളിച്ചു ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞേ അല്ല. 22 ലെറ്റർ കൊടുത്തതിന്റെ വെളിച്ചത്തില് ആർച്ച് ബിഷപ്പ് ഒരു സൗഹൃദ സംഭാഷണത്തിന് ഇന്നലെ വിളിച്ചിരുന്നു. ആ വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം, ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞത് ഈ നിയമമാക്കാനായിട്ട് ഇതുവരെ ഒരു കളക്റ്റീവ് പ്രഷർ ഗവൺമെന്റിലേക്ക് പോയിട്ടില്ല. മാനേജ്മെന്റുകൾ പോയിട്ടുണ്ട് മിനിമം വേജ് പ്രഖ്യാപിക്കാൻ, ലേബർ യൂണിയനുകൾ പോയിട്ടുണ്ട്, മാർച്ച് 6 ഇറങ്ങിയ കരടിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കളക്റ്റീവായിട്ട് ഇന്നലെ കളക്റ്റീവായിട്ട് പോകാമെന്ന് തീരുമാനമായിട്ടാണ് ഞങ്ങൾ ചർച്ച പിരിഞ്ഞത്. എന്ന് നാളെ മുഖ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും കാണാമെന്നുള്ള ധാരണയിലാണ് പോയത്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത്, ആർച്ച് ബിഷപ്പിന് റിക്വസ്റ്റ് വന്നതിന്റെ പുറത്താണ് ആർച്ച് ബിഷപ്പും ഇവരുടെ പ്രൊവിൻഷ്യലും ഞങ്ങളൊക്കെ കൂടെ ഇന്നലെ ചർച്ചയ്ക്ക് ഇരുന്നത്. ഇതിലൊരു വലിയൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് ജൂബിലി അമരയിലും മാർച്ച് മുതൽ സമരം തുടങ്ങിയത്? ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ജൂബിലിയിലത്തെ ശമ്പളത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. 32,718 മുതൽ 65,000 വരെ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ. സോറി, അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങളുടെ അവിടെ മാത്രമേ ഇപ്പൊ സമരമുള്ളൂ. അല്ല, അതെ, തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ ഗവൺമെന്റ് നിർദ്ദേശം പ്രഖ്യാപിക്കും. അല്ല, അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഗവൺമെന്റ് നിയമമായി വരട്ടെ. അല്ല, അതെങ്ങനെയാ? അല്ലെ, ഞങ്ങൾക്ക് ഒരു മിനിറ്റ്, അല്ലല്ല, അത് തന്ത്രമൊന്നുമല്ല. അല്ല, ഗവൺമെന്റ് എന്ത് നിയമമാണ് പ്രഖ്യാപിക്കാന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാൻ ദർശനമൊന്നുമില്ലല്ലോ. നിയമം വരട്ടെ. ഞങ്ങൾ അവർ വിളിച്ചു ചേർത്തില്ല. അത് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കല്ലേ. ഞങ്ങൾ വിളിച്ചു ചേർത്തില്ല. അല്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ ആരും വിളിച്ചു ചേർത്തിട്ടില്ല. അവർ വിളിച്ചപ്പോ ഞങ്ങൾ പോയി. അതെ, അതെ. അതല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ല. കോടതി പോകുന്നു. നിയമം വരട്ടെ, നിയമം വരട്ടെ. അല്ല, ഇതിനെ അതായത് നിയമമായിട്ട് നിലവിൽ വന്നാൽ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യും, അത്രയും കൊടുക്കും. വി ആർ ഒബ്ലൈസ്ഡ്. ഗവൺമെന്റ് പറയും. അതെങ്ങനെ പറയുന്നു? ഒരു നിയമം പാസ്സാക്കി അതില് ഒരു ഉദാഹരണം പറഞ്ഞാല് 800 ബെഡും മുകളിലുള്ള ആശുപത്രികള്, ഒരു ഉദാഹരണം പറഞ്ഞാല് പ്ലസ് എല്ലാവരും കൊടുക്കുന്നതിലും പ്ലസ് 50% കൂടുതൽ കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. അത് ഇപ്പൊ UN പറയുന്നത് അവര് അംഗീകരിക്കുന്നില്ല. മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ മന്ത്രിയും വാക്ക് തന്നിരുന്നു 800 ബെഡിന്റെ നിയമം വരില്ല എന്ന് വാക്ക് തന്നിരുന്നു. ആ വാക്ക് തന്നിട്ടും ഡ്രാഫ്റ്റ് ഇറക്കിയപ്പോഴ് അതിൽ 800 ബെഡിന്റെ കയറി. അങ്ങനെ വന്ന് ഞങ്ങൾ ചലഞ്ച് ചെയ്യും. ഈ 800 ബെഡിനെ നിങ്ങൾ ഒന്ന് ഇരുത്തി ചെയ്യും. ലോകത്ത് ഒരു സ്ഥലത്തും ബെഡ് ബേസ്ഡ് മിനിമം വേജസ് ഇല്ല. ക്വാളിഫിക്കേഷൻ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, പിന്നെ പെർഫോമൻസ്. ഒരു മിനിറ്റ്. ഇങ്ങനത്തെ ഈ കണ്ടീഷൻസ് കയറി വന്നാൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. 800 ബെഡിന് മുകളിൽ 50% പ്ലസ് കൊടുക്കണം. 100 കുട്ടികളുള്ള ഒരു സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണെങ്കിലും 3000 കുട്ടികളുടെ എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും ഒരു സാലറി സ്ട്രക്ചർ ഉണ്ട്, ഒരേപോലെയാണ്. എത്ര ബെഡുള്ള ആശുപത്രിയിലാണെങ്കിലും നഴ്സുമാരുടെ ഡ്യൂട്ടി 6 മണിക്കൂറാണ്. അത് ഒരേ ജോലികളെ ചെയ്യുന്ന എല്ലായിടത്തും സെയിം വർക്ക് സെയിം പേ നമ്മുടെ നിയമമാണ്. ഏത് ആശുപത്രിയില്ല, അവിടെ പേഷ്യൻസ് 100 ഉള്ളെങ്കിൽ ഇവിടെ 1000 ഉണ്ടെങ്കിൽ അത്രയും നഴ്സുമാരെ എടുക്കണം. സെയിം ടൈമാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഈ 800 ബെഡിന്റെ അമലയിലും ജൂബിലിയിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് നോക്കണം. മെഡിക്കൽ കോളേജുകളാണ്. മെഡിക്കൽ കോളേജ് നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 600
വാർഡ് ബെഡെങ്കിലും ഉണ്ടാവണം. ഈ 600 ബെഡിലെ ഭൂരിഭാഗവും ഫ്രീ ആണ്. ഈ ബെഡ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാ. ഈ മെഡിക്കൽ കോളേജുകളിലെ ഇത്രയും ബെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ റൂമാക്കിയ കാശ് കൂടുതൽ കിട്ടും. ഒരു മിനിറ്റ്. ഈ 800 ബെഡിന്റെ ഞങ്ങൾ ബെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനല്ല. അതിലെ ഭൂരിഭാഗം ബെഡുകളും ഫ്രീ ആണ് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയാ. അപ്പോൾ ഈ 800 ബെഡിന്റെ വെക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആശുപത്രികൾക്ക് നിങ്ങൾ നോക്കി, കോർപ്പറേറ്റ് കാശ് മേടിക്കുന്ന ആശുപത്രികളൊക്കെ ഒരു 300, 400, 500 നിർത്തും. അപ്പോ ജൂബിലിയിലും അമലയിലും ചെയ്യുന്ന സാമൂഹിക വശങ്ങൾ ഇതിനുണ്ട്. അതിന്റെ ബേസിൽ ശമ്പളം നിയമത്തിൽ വന്നാല് ചോദ്യം ചെയ്യും. ഓക്കെ, അതും കൂടി ക്ലിയർ ആക്കുകയാണത്. ഈ ക്ലിയർ ആണ്, ചോദ്യം ക്ലിയർ ആണ്. നിയമമായിട്ട് വന്നാൽ 2018 നിയമമായിട്ട് വന്നപ്പോൾ അത് ഹോൾ കേരളയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമം വന്നത്. ആ നിയമം ഞങ്ങൾ ചോദ്യം ചെയ്തില്ല, വേറെ പലരും ചോദ്യം ചെയ്തു. അതുകൊണ്ട് അവരിപ്പോഴും 2013 താന്നുപോയി എന്നുള്ളതൊക്കെ വാസ്തവം, അതൊക്കെ ചരിത്രം, അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ ഒരെണ്ണം നിയമമായിട്ട് വന്നാൽ അതിൽ വല്ലാത്ത ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അവർ പറയാണ് നഴ്സുമാരുടെ സമരം, നഴ്സുമാരുടെ സാലറി വെട്ടിക്കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? താത്തി പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന്റെ കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിയമം പറയുമ്പോൾ അത് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു നിയമമാണെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞതിനെ എല്ലാവരും വിമർശിക്കുന്നതാണ്, UNA വിമർശിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ള സജഷൻ ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് വരട്ടെ, അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇനി അതല്ല, അതിന്റെ ഇടയിൽ ഗവൺമെന്റ് പറയാണ്, ഗവൺമെന്റ് അങ്ങനെ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന് കേരളത്തിൽ എല്ലാവരും ഒരു ഇന്ററിം റിലീഫ് കൊടുക്കണമെന്ന് പറയട്ടെ, നമ്മൾ റെഡിയാണ്, ഞങ്ങൾ കൊടുക്കാം. ഗവൺമെന്റ് പറയട്ടെ, പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാം. അമലയും ജൂബിലിയും മാത്രം കൊടുക്കുക, ബാക്കിയുള്ളവർ കൊടുക്കണ്ട എന്ന് പറയാൻ പാടില്ല. ഇതിലൊരു കാര്യമുള്ളത്, ഇത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് ആശുപത്രികൾക്ക് നേരെയുള്ളത് മാത്രമാണെന്ന് അതിലെന്തെങ്കിലും കാര്യമുണ്ട്? ഇത് വാട്സാപ്പിലൊക്കെ കുറെ പ്രചരിപ്പിക്കുന്നു. ഒന്ന്, സമരത്തിന്റെ ഇപ്പോഴത്തെ മുമ്പത്തേക്ക് പരിശോധിച്ചാല് തുടങ്ങുമ്പോ ജനറലായിട്ടൊക്കെ പറയും സമരത്തിന്റെ 2ാം ഘട്ടത്തിൽ മുമ്പത്തെ സമരമാണെങ്കിലും ഒന്ന് നോക്കുമ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് നടന്നിട്ടുള്ളത്, ഒന്ന് ചരിത്രത്തിലെ. ഓക്കെ, അതൊന്ന്. 2, ഇപ്പൊ ഞങ്ങളുടെ ഈ ഇപ്രാവശ്യത്തെ സമരം ഒന്ന് പരിശോധിച്ചാലേ ഇവര് 40,000 മിനിമം ചോദിച്ചു തുടങ്ങി, 40,000 ഗ്രോസ് മതി, പിന്നെ പറഞ്ഞു കിട്ടാത്ത ആശുപത്രികളുണ്ട്, അതിനുവേണ്ടി സമരം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരൊരു പ്രൊട്ടസ്റ്റ് വെച്ചിരുന്നു തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക്. ഒന്നത് ശരിയായില്ല, ആശുപത്രിയിലത്തെ കാര്യങ്ങൾ ആശുപത്രിയിലാണ് നടക്കേണ്ടിയിരുന്നത്. ഇനിയിപ്പോ എങ്ങാനും സമ്മതിച്ചത് തന്നെ ആർച്ച് ബിഷപ്പ് ചെയർമാനാണ്, സമ്മതിക്കാം. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് ബിഷപ്സ് ഹൗസിലേക്ക് നടത്തിയപ്പോൾ അതിന് മുന്നിൽ നിർത്തിയ 2 പേരുണ്ടായിരുന്നു. അത് സഭയ്ക്ക് എതിരായി, അല്ലെങ്കിൽ സഭയ്ക്ക് ഡിസിപ്ലിനെതിരായി, സഭ നിയമങ്ങൾക്ക് എതിരായി ഒക്കെ പ്രവർത്തിച്ച ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട 2 അച്ഛന്മാരെ ഇവരുകൊണ്ട് മുന്നിൽ നിർത്തി. അതൊരു തെറ്റായ മെസ്സേജ് ആയിരുന്നു. സഭയ്ക്കെതിരെ സംസാരിക്കുന്ന 2 അച്ഛന്മാരായിരുന്നു. ഇന്നലെ അവിടെ വന്ന ഒരു 40% ആളുകളെ ഓക്കെ, സമരത്തിന്റെ ആളുകളും ഈ വിശ്വാസികളാണ്, സഭയുടെ വിശ്വാസികളായിട്ടുള്ള 40 അതിന് മുകളിലുണ്ടാവും. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ സഭയ്ക്കെതിരായ സമരം എന്ന് പറഞ്ഞ് അതിനെ കേവലം ഉയർത്തി കാണിക്കുകയും, അല്ലെങ്കിൽ ഞാൻ ഇതിനിടയിൽ ഒരു വിഷയം പറഞ്ഞോട്ടെ, അമലയിൽ നടന്നൊരു കാര്യം പറഞ്ഞോട്ടെ. അച്ഛന് ചിലപ്പോ അത് സത്യം എന്ന് പറയും. അമലയില് ഒരു നേഴ്സ് സമരം ചെയ്തപ്പോഴ്, അല്ല, ഇതിന്റെ എങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇത് പറഞ്ഞതാണ്. അമലയിലൊരു നേഴ്സ് സമരം ചെയ്തപ്പോ ഹസ്ബൻഡ് പറഞ്ഞു തിരികെ ജോലിയിലേക്ക് കയറണം, അല്ലെങ്കിൽ റെസിഗ്നേഷൻ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട. വീട്ടിലെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ തിരിച്ചു കയറണം, അല്ലെങ്കിൽ റെസിഗ്നേഷൻ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട. ഈ നേഴ്സ് പറഞ്ഞ മറുപടി അറിയോ? അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോവാന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, യൂണിയന്റെ ഇൻഫ്ലുവൻസ്. അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട്
ഈ നിൽക്കുന്നവരെ നോക്കിയിട്ട് വൈ ദേ അല്ല ഇവരുടെ കേവലം നിങ്ങൾ ഒരു വൈഡ് ക്യാൻവാസിൽ കാണാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് നിങ്ങൾ സങ്കുചിതമായ കേവലം സഭയ്ക്കെതിരായ സമരം എന്ന് പറഞ്ഞ് അതിനെ കേവലം കൊണ്ടുപോയിട്ട് വിശ്വാസത്തിനെതിരായി കൊണ്ടുപോയിട്ട് എന്നുള്ള സ്ഥലം ഞങ്ങൾ ഇതിനെ കാണുന്നത് തൊഴിൽ സമരമായി മാത്രമാണ്. സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ സഭയ്ക്കും അല്ലെങ്കിൽ സമയമായി ചേർന്നിട്ടുള്ള ആളുകൾ പങ്കുള്ളത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ തിരുത്തപ്പെടണമെന്നാണ് ഞങ്ങൾ ഇതിനെയും തൊഴിൽ സമരമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ രണ്ട് പ്രശ്നം പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ യോജിപ്പുണ്ടാവും. ശമ്പളങ്ങൾ കൂടുതലുണ്ടാവും, അതൊക്കെ അവിടെ ഒരുപാടുന്നുണ്ട്. പക്ഷെ അതിനെ കേവലം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വിപത്ത് അത് വളരെ വലുതായി. ഞങ്ങളൊരു നോട്ടീസ് തരുന്നിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ശരി നമ്മളിപ്പോ കൺക്ലൂഡ് ചെയ്യാം. വിശദാംശങ്ങള് പ്രസ് നിങ്ങൾക്ക് തരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്ത്. ഒന്ന്, ഈ സമരം തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന സ്ഥാപനങ്ങളാണ് ജൂബിലിയും അമലയും. അതിൻ്റെ ഇടയിൽ എഗ്രിമെന്റ് ആയിട്ട് ആരൊക്കെയോ കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പെട്ടവരാണ് ഞങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഞങ്ങൾ തന്നെയാണ് കൊടുത്തിരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, കേരളത്തിന്റെ സാഹചര്യത്തില് മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് ഇപ്പോൾ ഒരു കരട് രേഖ മാർച്ച് 6-ാം തീയതി ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം 2 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളും യൂണിയൻ നേതാക്കളും ഒരുമിച്ച്, UNA മാത്രമല്ല എല്ലാ യൂണിയനുമായിട്ട് ഒരുമിച്ച് ഇത് ഒരു നിയമമായിട്ട് ഇറക്കണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവസാനം വന്ന ഡെവലപ്മെന്റ്, UNAയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഇന്നലെ ആർച്ച് ബിഷപ്പിന്റെയും പ്രൊവിൻഷ്യലിന്റെയും അവർ ചോദിച്ചതിന്റെ പേരിൽ ഒരു നേതൃത്വത്തില് ഒരു സൗഹൃദ സംഭാഷണം ഉണ്ടായിരുന്നു. ഇതാണ് ഇതില് വിശദാംശങ്ങൾ. എന്തായാലും സമയം കഴിഞ്ഞു എന്ന് പറയുന്നു. എല്ലാവർക്കും പ്രത്യേകം ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സർപ്രൈസ്ഡ് ആണ്. ഞാനിത് ചർച്ചയിൽ പറഞ്ഞില്ലെന്നുള്ളൂ. ഇത് സഭയുമായിട്ടല്ല ചർച്ച നടന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞൊരു പോയിന്റ്, ജൂൺ 22-ാം തീയതി ജൂബിലിയിലത്തെ UNAയുടെ പ്രസിഡന്റും അമലയിലത്തെ പ്രസിഡന്റും കൂടെ ആർച്ച് ബിഷപ്പിന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഞങ്ങളെ ഒന്ന് കാണണം, കേൾക്കണം, ദയവായി സമയം അനുവദിക്കണം എന്ന് പറഞ്ഞ്. അതിന്റെ പശ്ചാത്തലത്തില് ആർച്ച് ബിഷപ്പും CMI സഭയുടെ തൃശ്ശൂരത്തെ പ്രൊവിൻഷ്യലും കൂടെ അവരെ കാണുകയുണ്ടായി. കണ്ടപ്പം മാനേജ്മെന്റും UNAക്കാരും ഒരുമിച്ച്, UNA മാത്രമല്ല എല്ലാ നഴ്സിംഗ് യൂണിയനുകളും ഒരുമിച്ച് മുഖ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും ഈ കരട് രേഖ വിജ്ഞാപനമാക്കാനും അതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വിജ്ഞാപനമാക്കാന്ന് നിർബന്ധിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്ന് കുറെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവർ ആദ്യം സംസാരിച്ചതൊക്കെ വളരെ സൗഹൃദമായിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതിന്റെ ഗതി മാറി. ആർച്ച് ബിഷപ്സിലേക്ക് മാർച്ച് വരുന്നു, അവിടെ ഗരാവിയുന്നു, റോഡുകൾ തടയുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു പുലർച്ചെ 2:30 വരെ അത് തുടർന്നു. മെയിൻ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി. കളക്ടർ വന്ന് ഒരു അനുരഞ്ജന ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഞങ്ങൾക്കറിയാവുന്നത്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതിനെന്താണ് ഇതിന്റെ അന്തർധാരകളൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇതാണ് സംഭവം. ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ ചർച്ച നടക്കുമ്പോഴും ചർച്ച വിജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ കാഷ്വാലിറ്റി മുമ്പിൽ 100 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വേദനാജനകമായ കാര്യം, ഈ ചർച്ച ഇറങ്ങുമ്പോഴേക്കും എന്തുകൊണ്ടാണ് അവിടെ 100 പേരുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അവിടെ ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ചു നേരം അന്നുണ്ടായിരുന്നവർക്കറിയാം, ഈവൻ ട്രാഫിക് പോലും ബ്ലോക്ക് ചെയ്യപ്പെട്ടു, കാഷ്വാലിറ്റിക്ക് വരുന്ന ആംബുലൻസുകൾ പോലും തടയപ്പെട്ടു. പിന്നെ ഞങ്ങള് പോലീസുകാരോട് പറഞ്ഞിട്ടാണ് കാഷ്വാലിറ്റിക്ക് പോലും ആളുകൾ വിടാൻ സാധിച്ചത്. അപ്പോൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്, ചർച്ചയിൽ വെച്ച് മാത്രമല്ല, അവിടെയൊക്കെ വളരെ സൗഹാർദ്ദപരം, ഞങ്ങള് 4 പേരും ചർച്ചയിൽ ഇന്നലെ ഉണ്ടായിരുന്നവരാണ്. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത്. അല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഈ UNAക്കാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അവരോട് ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം ഞങ്ങൾ അവരെങ്ങനെയാ കാണുന്നത് എന്നുള്ളത്. ചർച്ച സൗഹാർദ്ദപരമായി കഴിഞ്ഞു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഇതാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല.
ജൂബിലിയിൽ ഏതാണ്ട് 370 പേര് സമരത്തില് ഉണ്ട്. 546 പേര്. വീണ്ടും ഈ ആദ്യത്തെ സ്റ്റേജില് ഞാൻ അതില് സമയമായി എന്നറിയാം. എന്നാലും അവസാനത്തെ ഒരു പോയിന്റോട് പറഞ്ഞ് നിർത്താം. ഇപ്പോഴും പറയുന്നു സമരത്തിൽ നിൽക്കുന്നവരുടെ ഇത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷെ ഇത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ കോപ്പി എടുക്കാൻ പറ്റില്ല. സമരത്തിൽ നിൽക്കുന്നവരുടെ ശമ്പളത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ 370 പേർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. അമരേന്നുണ്ട്. ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന ആള് 32,718 രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നത് സമരത്തിൽ നിൽക്കുന്നതിൽ. അതിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ഏതാണ്ട് 47,000 പേരെ സമരത്തിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ജൂബിലിയില് എല്ലാ സോഷ്യൽ മീഡിയയിലും പറഞ്ഞിരിക്കുന്നത് 32,718 മുതൽ 65,000 വരെ എന്നുള്ളതാണ്. ഇത് ജൂബിലിയിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ ജൂബിലി അല്ല, ഏത് തൊഴിൽ സ്ഥാപനമാണെങ്കിലും സാലറി ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് നേരത്തെ ഇതിന്റെ കോപ്പി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ പുറത്ത് പബ്ലിഷ് ചെയ്തോളാൻ പറഞ്ഞ് ഒരു നേഴ്സ്, കാരണം ഞങ്ങൾ എല്ലാവർക്കും ഈ സമരം ഒത്തുതീരണം എന്നാണല്ലോ ആഗ്രഹം, ഒരു നേഴ്സ് ഞങ്ങൾക്ക് കൺസെന്റ് ഫോം തന്നിട്ടുണ്ട്. ആ കൺസെന്റ് ഫോം സമരത്തിലില്ലാത്ത നേഴ്സ് കൺസെന്റ് ഫോം തന്നിട്ടുണ്ട്. കോൺഫിഡൻഷ്യൽ സാലറി പബ്ലിഷ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്ന ശമ്പളം 77,887 രൂപ. ഇതും നിങ്ങൾക്ക് ആ കോപ്പി തരാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, എത്രയാണെങ്കിലും സീനിയേഴ്സ് ആളെനിക്ക് 25 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. 25 കൊല്ലെങ്കിലും സർവീസാണ്. ഇത് എന്റെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് നോക്കാം. ദയവ് ഇത് ഫോട്ടോ എടുക്കരുത്, കാരണം ഇത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആള് കൺസെന്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു വന്ന ഇതാണ്. ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന മറ്റു ആശുപത്രി ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന, എന്തുകൊണ്ട് ഏറ്റവും അധികം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ജൂബിലിയിലും അമലയിലും മാത്രം ഈ സമരം തുടങ്ങി അവസാനിക്കാതെ പോകുന്നു. രണ്ട്, നമുക്ക് ഒരുമിച്ച്, നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നതാണ്, നമുക്ക് ഒരുമിച്ച് സർക്കാരിനെ പ്രഷറൈസ് ചെയ്ത് ഈ മിനിമം വേജസ് അതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതുവരെ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും ഈ സമരത്തിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ സമരം തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ജൂബിലി അമലയ്ക്ക് അഫക്റ്റഡ് ആണ്. ഒരുമിച്ച് ഏറ്റവും പെട്ടെന്ന് ഈ സമരം തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരാം. താങ്ക് യു വെരി മച്ച്.